പാറുവിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു പെൺകുട്ടിയെ 3-4 ഗുണ്ടകൾ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ പെൺകുട്ടിയാണെങ്കിൽ അവരുടെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടി ഓടി അവിടെ തിരുവനന്തപുരത്തുള്ള ഒരു ബസ് സ്റ്റാൻഡിലേക്ക് ഓടിപ്പോകുവാണ്. അങ്ങനെ അവിടെ ബസ്സുകൾക്കിടയിൽ ഒളിച്ചു നിൽക്കുകയാണ് കേട്ടോ ആ കുട്ടി. ഈ സമയം ശിവൻ എന്ന് പറഞ്ഞ ഒരാൾ കാറിൽ അവിടെ എത്തുവാണ്. അയാൾ ആ ഗുണ്ടകളോട് എത്രയും പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ച് എൻ്റെ മുമ്പിൽ എത്തിക്കണം, അവളെ ഈ പരിസരം വിട്ട് പോകാനായിട്ട് പാടില്ല, അവളെ കണ്ടെത്തി ജീവനോട് കൂടി എൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് ആരാണോ അവർക്ക് ഞാൻ 20 ലക്ഷം രൂപ തരും. അങ്ങനെ പറഞ്ഞ് അവരെ 4 പാട് നോക്കാനായിട്ട് പറഞ്ഞു വിടുവാണ്. അവരെല്ലാവരും അവിടെ എല്ലാം ഓടി നടന്ന് ആ പെൺകുട്ടിയെ അന്വേഷിക്കുകയാണ് കേട്ടോ. ഈ സമയം ശിവനും അവിടെ എല്ലാം നോക്കുന്നുണ്ട്. അങ്ങനെ ആ കുട്ടി ഒളിച്ചു നിന്നിരുന്ന ബസ്സിൻ്റെ അവിടെ കയ്യും വെച്ച് അവിടെ എല്ലാം നോക്കി തളർന്ന് അവളെ കാണാതെ ദേഷ്യത്തിൽ നിൽക്കുവാണ് ശിവൻ. ശിവനാണെങ്കിൽ അടുത്ത് വന്ന് നിൽക്കുന്നത് കണ്ട് ആ പെൺകുട്ടി വല്ലാതെ പേടിച്ച് ഭയന്ന് അവിടെ തന്നെ പതുങ്ങി നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നോക്കിയിട്ട് ആ പെൺകുട്ടിയെ കാണുന്നില്ലെന്ന് പറഞ്ഞ് ഗുണ്ടകളും അങ്ങോട്ടേക്ക് എത്തുവാണ്. എന്നിട്ട് ചോദിക്കണേ, അല്ല ശിവേട്ടൻ അവൾ എവിടെയെങ്കിലും കണ്ടോ? അന്നേരം ശിവൻ ദേഷ്യത്തിൽ പറയണേ, കഷ്ടം, ഇങ്ങനെയുള്ള മണ്ടന്മാരെയാണല്ലോ ഞാൻ എൻ്റെ കൂടെ കൂട്ടിയത്, വേഗം വാ, എന്താണെങ്കിലും ഒന്നുകൂടി ഇവിടെ ഒരു അരിച്ചു പേർക്ക് നിങ്ങളെല്ലാവരും ചേർന്ന്. അങ്ങനെ അവരെല്ലാവരും വീണ്ടും 4 പാടും അന്വേഷിക്കുകയാണ്. ഈ സമയത്തായിരിക്കും പാറു യാത്ര ചെയ്തുകൊണ്ടിരുന്ന ബസ് അവിടെ വന്ന് നിർത്തുന്നത്. അങ്ങനെ ആ ഗുണ്ടകൾ ആ ബസ്സിൻ്റെ ഉള്ളിലൊക്കെ കയറി ആ പെൺകുട്ടി അതിലുണ്ടോ എന്നൊക്കെ പരിശോധിക്കുവാണ്. അങ്ങനെ അവർ ആ ബസ്സിൽ നിന്നും ഇറങ്ങിയതിന് തൊട്ട് പിന്നാലെ തന്നെ ആ കുട്ടി ആ ബസ്സിലേക്ക് ഓടിക്കയറുവാണ്ടോ. അങ്ങനെ വെപ്രാളത്തിൽ ഓടിക്കയറുമ്പോൾ കണ്ടക്ടറെയൊക്കെ മറച്ചിടുവാണ്. അന്നേരം കണ്ടക്ടർ ചോദിക്കണേ, എങ്ങോട്ടാ ഇത്, കണ്ണു മുക്കൊന്നും ഇല്ലാതെയാണോ വണ്ടിയിൽ ഓടിക്കയറുന്നത്? അങ്ങനെ ആ കുട്ടി ചെന്ന് പാറുവിൻ്റെ അരികിൽ തന്നെ വന്നിരിക്കുവാണ്. എന്നിട്ട് അവരാരെങ്കിലും പിന്നാലെ വരുന്നുണ്ടോ എന്ന് ചുറ്റുപാടും നോക്കിക്കൊണ്ടിരിക്കുവാണ്ടോ. ഈ സമയം അവരെല്ലാവരും അവിടെ നോക്കിയിട്ട് അവിടെ നിന്നും ആ കുട്ടിയിലൊന്ന് ഉറപ്പിച്ച് ശിവൻ്റെ അരികിലേക്ക് വന്ന് പറയുവാണ്. അങ്ങനെ ശിവനും ആ ഗുണ്ടകളും കൂടി ബസ്സിൻ്റെ അരികിൽ നിന്ന് സംസാരിക്കുവാണ്ടോ. അങ്ങനെ അവരുടെ കണ്ണിപ്പെടാതിരിക്കാൻ വേണ്ടി ആ കുട്ടി പാറുവിൻ്റെ പിന്നിലേക്ക് നീങ്ങി ഒളിഞ്ഞിരിക്കുവാണ്. അങ്ങനെ ശിവനും ഗുണ്ടകളും അവിടെ നിന്നും കാറെടുത്ത് തിരികെ പോകുവാണ്ടോ. ഈ സമയം വണ്ടിയും അവിടെ നിന്നെടുക്കുവാണ്. അന്നേരം കണ്ടക്ടർ ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, അല്ല കുട്ടിക്ക് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? അത് പിന്നെ, അല്ല ഈ ബസ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? അത് ശരി, ബസ് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പോലും നോക്കാതെയാണോ ഓടിക്കേറിയത്? ഇത് തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തേക്കൊരു ടിക്കറ്റ് എടുത്തോ. 650 രൂപ. അയ്യോ, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ ഫോണിൽ കൂടി പേ ചെയ്താൽ മതിയോ? കുട്ടി, അതൊന്നും ഇവിടെ പറ്റില്ല, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കുട്ടിക്ക് തരാം, അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ ഇവിടെ ഇറക്കി വിടും. അയ്യോ ചേട്ടാ, എന്നെ ഇറക്കി വിടില്ലേ, ഞാൻ കാല് പിടിക്കാം, ഞാൻ ഗൂഗിൾ പേ വഴി ചെയ്തു തരാം, എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. കുട്ടിയോട് പറഞ്ഞാൽ മനസ്സിലായില്ലേ, അതൊന്നും ഇവിടെ എടുക്കാൻ പറ്റില്ല. ഞാനെന്താ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണോ? വെറുതെ സമയം മുടക്കെടുത്താതെ കുട്ടി വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കേ. അന്നേരം പാറു പറയണേ, ചേട്ടാ ഈ കുട്ടിയുടെ പൈസ ഞാൻ തന്നോളാം. അങ്ങനെ പറഞ്ഞ പാറു തന്നെ ആ പെൺകുട്ടിക്ക് ടിക്കറ്റ് എടുത്ത് കൊടുക്കുവാണ്. ഈ സമയം ആ കുട്ടി പാറുവിനോട് നന്ദി പറയണേ, അതെ മൊബൈൽ നമ്പർ തന്നു കഴിഞ്ഞാൽ ഞാൻ പണം ഫോണിലേക്ക് GPay ചെയ്യാം. അയ്യോ, എൻ്റെ കയ്യിൽ ഇതുപോലുള്ള മൊബൈലൊന്നും ഇല്ല. അന്നേരം ആ കുട്ടി പറയണേ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് എത്തിയിട്ട് അവിടെയുള്ള ATM-ൽ നിന്ന് പൈസ എടുത്തിട്ട് ഞാൻ കുട്ടിക്ക് തരാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പാറു ഫോണിലെടുത്തിട്ട് പ്രിയദർശന നമ്പറിലേക്ക് കോൾ ചെയ്യുവാണ്. അങ്ങനെ പ്രിയൻ കോൾ അറ്റൻഡ് ചെയ്യുവാണ്. അന്നേരം പാറു പറയണേ, അതെ ഞാനാ പാർവതി, രാജുവേട്ടൻ പറഞ്ഞിട്ട് വിളിക്കുന്നതാ. ഓ മനസ്സിലായി. അല്ല കുട്ടിയോട് നിന്ന് പുറപ്പെട്ടോ? പുറപ്പെട്ടു. ശരി, അങ്ങനെയാണെങ്കിൽ ബസ് സ്റ്റാൻഡിലെത്തുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ അവിടെ വന്ന് കുട്ടിക്കൊണ്ട് പൊക്കോളാം, അവിടെ നിന്ന് നേരെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാം. ഈ സമയം പാറു പറയണേ, അത് പിന്നെ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ ഫോണിൽ ചാർജ് തീരാറായിരിക്കുമോ, അവിടെ വരെ എത്തുമ്പോൾ ഫോൺ ഓഫായി പോകുമെന്നറിയില്ല. ഓ അങ്ങനെയാണോ? വിഷമിക്കണ്ട, ബസ് ഇറങ്ങിക്കഴിഞ്ഞാലേ മണികണ്ഠൻസ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, അതിൻ്റെ മുമ്പിൽ വന്ന് നിന്നാൽ മതി, ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം. ഞാനിട്ടിരിക്കുന്നത് ഒരു റെഡും ബ്ലാക്കും ചെക്കുള്ള ഷർട്ടാണ്, ബ്ലാക്ക് കളറിലെ ബുള്ളറ്റാണ് എൻ്റെത്. പിന്നെ അഥവാ എന്നെ കാണാൻ പറ്റിയില്ലെങ്കിൽ അവിടെയുള്ള ആരോടെങ്കിലും പ്രിയദർശനെ നമ്പർ ചോദിച്ചാൽ മതി, അവരുടെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ചു തരും. അങ്ങനെ പറഞ്ഞ് പ്രിയൻ കോള് കട്ടാക്കുവാണ് കേട്ടോ. പിന്നീട് അവിടെ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തുമ്പോൾ അവിടെ പുറത്ത് ചായയും കടിയും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആൾക്കാരൊക്കെ നടക്കുന്നുണ്ടാവും. പാറു അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് 2 ഉഴുന്നുവട വാങ്ങിക്കുവാണ്. ഈ സമയം പാറുവിൻ്റെ അപ്പുറത്തിരുന്ന കുട്ടി ജീപ്പ് എടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം 2 വടക്ക് ജീപ്പയോ എന്ന് പറഞ്ഞ് അയാൾ കളിയാക്കുവാണ്ടോ. ഈ സമയം പാറു ആ പെൺകുട്ടിക്ക് വേണ്ടി കൂടി വട വാങ്ങുവാണ്, ഒരു കുപ്പി വെള്ളവും വാങ്ങുക. എന്നിട്ട് ആ വട ആ പെൺകുട്ടിയോട് കഴിച്ചോളാൻ പറയുക. അതൊന്നും വേണ്ട, സാരമില്ലെന്നേ, കുട്ടി കഴിച്ചോളും, കുട്ടിയുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ എനിക്ക് തരാഞ്ഞ്, അല്ലെങ്കിൽ കുട്ടി അപ്പം തന്നെ എനിക്ക് തരുമെന്നറിയാം. ഇതാ ഈ വെള്ളം ഞാൻ ഇയാൾക്ക് വേണ്ടി വാങ്ങിയതാ, ഇനി വെള്ളം ചോദിക്കാൻ മടിയായത് കാരണം വെള്ളം കുടിക്കാതിരിക്കേണ്ട, വട കഴിച്ചാലേ നല്ലപോലെ ദാഹിക്കും, ഇതാ ഇതും കൂടി വാങ്ങിച്ചോ. ഒത്തിരി നന്ദിയുണ്ട്, ഇതിനുള്ള ഈ പൈസയെല്ലാം ഞാൻ ഉറപ്പായിട്ടും
അവിടെ എത്തുമ്പോൾ തിരിച്ചു തരാൻ കേട്ടോ. അന്നേരം പാറു പറയണേ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാകാമല്ലോ. അപ്പോൾ എന്നാൽ കഴിയുന്നൊരു ചെറിയ സഹായം ഞാൻ ചെയ്യുന്നു, അങ്ങനെ കണ്ടാൽ മതി. അതിനുശേഷം കാണിക്കുന്നത് രണ്ടാളും ബസ്സിലിരുന്ന് ഉറങ്ങുവാണ്. അങ്ങനെ രാത്രിയിൽ പെട്ടെന്ന് പാറു എണീക്കുകയാണ് കേട്ടോ. ഈ സമയം തിരുവനന്തപുരത്തെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് അത്ഭുതത്തോടെ അതെല്ലാം നോക്കിക്കൊണ്ട് ഇരിക്കുമായിരിക്കും പാറു. അങ്ങനെ സ്റ്റോപ്പെത്തുവാണ്. സ്റ്റോപ്പെത്തിയൊന്നും അറിയാതെ ആ കുട്ടി നല്ല ഉറക്കമായിരിക്കും. പാറു അങ്ങനെ ആ കുട്ടിയെ ശല്യം ചെയ്യാതെ അവിടെ നിന്നും ബാഗൊക്കെ എടുത്ത് ഇറങ്ങി പുറത്തേക്ക് പോകുവാണ്. ഈ സമയം കണ്ടക്ടർ വന്ന് വിളിക്കുമ്പോഴായിരിക്കട്ടോ ആ പെൺകുട്ടി എണീക്കുന്നത്. അങ്ങനെ ചുറ്റും നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. പാറുവിനെ കാണാത്ത കാരണം പാറുവിനെ അന്വേഷിച്ച് ആ കുട്ടിയും വേഗം തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങുവാണ്. പിന്നീട് കാണിക്കുന്നത് പ്രിയൻ പറഞ്ഞ സ്ഥലത്തെത്തിയിട്ട് പാറു ഫോൺ എടുത്ത് പ്രിയൻ്റെ നമ്പറിലേക്ക് വിളിക്കാൻ തുടങ്ങുമായിരിക്കും. ഈ സമയമാണ് പാറു നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ആണും പെണ്ണും കൂടി സംസാരിക്കുന്നത്, അവർ വഴക്കിടുന്നതും പാറു ശ്രദ്ധിക്കുന്നത്. അങ്ങനെ പാറു തിരിഞ്ഞ് അവരെ നോക്കുവാണ് കേട്ടോ. ഈ സമയം പ്രിയനും ഒരു പെൺകുട്ടിയും കൂടി സംസാരിക്കുമായിരിക്കും. ആ പെൺകുട്ടി പ്രിയൻ്റെ കരണത്തിട്ട് പൊട്ടിക്കുവാണ്. നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ, എന്നെ പ്രേമിക്കുവാണെന്ന് പറഞ്ഞ് പറ്റിക്കുമായിരുന്നല്ലേ. അന്നേരം പ്രിയൻ പറയുക, അതിന് ഞാനെപ്പോഴും നിന്നെ പ്രേമിക്കുവാണെന്ന് പറഞ്ഞത്. ഗാർമെൻറ്റ്സിലുള്ള എല്ലാവരോടും ഞാൻ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നത്, ചിരിച്ചും കളിച്ചുമൊക്കെ സംസാരിക്കും. അവരെയൊക്കെ ഞാൻ പ്രേമിക്കുവാണെന്ന് പറഞ്ഞാൽ ഗാർമെൻറ്റ്സിലുള്ള എല്ലാവരും ഞാൻ പ്രേമിക്കുവാണെന്ന് നീ അങ്ങ് പറയുമല്ലോ. ഇതൊക്കെ എൻ്റെ ഒരു ടൈം പാസ് അല്ലേ. എൻ്റെ ഈ പ്രായത്തിൽ എനിക്കൊരു ഗേൾ ഫ്രണ്ടിനെ വേണം, സിനിമക്ക് പോകാനും ചുറ്റിയടിക്കാനും അവളുടെ ചിലവ് കറങ്ങാനും ഒക്കെ. അതിനെന്താണെങ്കിലും നിന്നെ ഞാൻ അതിന് പറ്റിയതായിട്ട് കണക്ക് കൂട്ടിയിട്ടേ ഇല്ല. അന്നേരം ആ പെൺകുട്ടി പ്രിയനോട് ദേഷ്യപ്പെടണേ, ഡാ നിന്നെ ഞാൻ വെറുതെ വിടില്ല, നീ എന്നെ ചതിച്ചു എന്നും പറഞ്ഞ് ഞാൻ അതിൻ്റെ പേരിൽ സങ്കടപ്പെട്ടിരിക്കുമെന്നൊന്നും നീ കരുതണ്ട. നോക്കിക്കോ, നിന്നേക്കാളും നല്ലൊരു പയ്യനെ കണ്ടെത്തി അയാളെ വിവാഹം കഴിച്ച് നിൻ്റെ മുമ്പിലൂടെ തന്നെ ഞാൻ ജീവിക്കും. ഓ ശരി, ആ കാഴ്ച കാണാൻ ഞാനും കാത്തിരിക്കുവാണ്. അങ്ങനെ ആ പെൺകുട്ടി ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുവാണ്. ഈ സമയം പ്രിയൻ ചിരിച്ചുകൊണ്ട് ആ കുട്ടിയെ നോക്കിയിട്ട് പറയണേ, പാപം. അങ്ങനെ പറഞ്ഞ പ്രിയൻ അവിടെ നിൽക്കുവാണ് കേട്ടോ. ഇതെല്ലാം കണ്ട് പാറുവാണെങ്കിൽ പ്രിയൻ്റെ സ്വഭാവത്തെ തെറ്റിദ്ധരിക്കുവാണ്. പാറു പറയണേ, ഏത് നാട്ടിൽ ചെന്നാലും ഇതുപോലെ കുറച്ച് പൂവാലന്മാരുണ്ടാവും. അങ്ങനെ പറഞ്ഞ് പാറു തിരിഞ്ഞ് ഫോൺ എടുത്ത് പ്രിയനെ വിളിക്കുവാണ്. ഈ സമയം പ്രിയൻ ഫോൺ എടുത്തിട്ട് പറയണേ, ആ ഇതാ പെൺകുട്ടിയാണല്ലോ. അങ്ങനെ പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യുക. ഹലോ എന്ന് പറഞ്ഞ് പറയുവാണ് കേട്ടോ. ഈ സമയം പാറ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുക, ഇതെന്താ പുറകിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത്. അങ്ങനെ ബാക്കിൽ നിൽക്കുന്ന ആളെ കണ്ടിട്ട് പാറു ഞെട്ടലോട് കൂടി ചിന്തിക്കുക, ഈശ്വര, ഇനി ഇയാളായിരിക്കുമോ പ്രിയദർശൻ? ഇയാൾ മാത്രമാവല്ലേ. ഹലോ കുട്ടി, കേൾക്കുന്നില്ലേ? ഹലോ. അങ്ങനെ അത് കേൾക്കുന്നതും പാറുവിന് ഉറപ്പാകുക, അയ്യോ ഇയാൾ തന്നെ ആള്, ഷർട്ടൊക്കെ അത് തന്നെ. ഫോണിലൂടെ സംസാരിച്ചപ്പോഴൊക്കെ ഇത്ര മാന്യമായിട്ടാണ് സംസാരിച്ചത്. രാജുവേട്ടനും ഇയാൾ നല്ല ആളാണെന്നല്ലേ പറഞ്ഞത്, പക്ഷേ ഇയാളുടെ തനി സ്വരൂപം ഞാനിപ്പോൾ നേരി കണ്ടതല്ലേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നും പറഞ്ഞ ടെൻഷനോടുകൂടി നിൽക്കുവാണ്ടോ പാറു. ഈ സമയത്തായിരിക്കും പ്രിയൻ തിരിയുന്നത്. അന്നേരം അവിടെ നിൽക്കുന്ന പാറുവിനെ കണ്ടിട്ട് പ്രിയൻ സൂക്ഷിച്ച് നോക്കുവാണ്. വേഷവും മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് ഇത് ഗ്രാമത്തിലെ പെണ്ണാണെന്ന് തോന്നുന്നു. ഇത് തന്നെയായിരിക്കും രാജുവേട്ടൻ പറഞ്ഞ പെൺകുട്ടി. അങ്ങനെ പറഞ്ഞ് പ്രിയൻ പാറുവിൻ്റെ അരികിലേക്ക് ചെല്ലുക. ഹലോ, കുട്ടിയല്ലേ പാർവതി? രാജുവേട്ടൻ ജോലിക്ക് വേണ്ടി പറഞ്ഞു വിട്ടത്? ആ അതെ. ആ ഞാനാണ് പ്രിയദർശൻ. എല്ലാവരും എന്നെ പ്രിയൻ എന്നാ സ്നേഹത്തോടെ വിളിക്കുന്നത്. അത് കേട്ടിട്ട് പുച്ഛത്തോടെ നിൽക്കുവാണ് കേട്ടോ പാറു. അല്ല എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? വാ നമുക്ക് പോകാം. ഈ സമയത്തിന് ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടുമോയെന്നറിയില്ല. കുട്ടി വിഷമിക്കണ്ട, ഞാൻ എനിക്ക് പരിചയമുള്ള ആരുടെയെങ്കിലും വീട്ടിൽ കുട്ടിയാക്കി തരാം. ഇന്ന് രാത്രി അവിടെ താമസിക്കാം. അത് കേട്ടിട്ട് പാറു പറയണേ, അതൊന്നും പറ്റില്ല, എന്നെ ഹോസ്റ്റലിൽ തന്നെ ആളാക്കി തന്നാൽ മതി. ശരി എന്നാ വാ, വന്ന് വണ്ടി കയറ് എന്ന് പറഞ്ഞ് ബുള്ളറ്റിൻ്റെ അരികിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ആ വണ്ടി കാണുന്നതും പാറു പറയണേ, ഈ വണ്ടിയിലോ? ഇതിലൊന്നും ഞാൻ കയറില്ല. അതെന്താ, കുട്ടിക്ക് എന്നെ തീരെ വിശ്വാസമില്ലേ? എന്നാൽ ശരി, ഞാൻ വേണമെങ്കിൽ കുട്ടി ഒരു ഓട്ടോറിക്ഷ കയറ്റി വിടാം. അവിടെ നിന്ന് നേരെ ഹോസ്റ്റലിൽ പോയി അഡ്മിഷൻ എടുത്തോ. എന്താ, അങ്ങനെ ചെയ്യുമോ? ആ അങ്ങനെ ചെയ്തോളാം ഞാൻ. അത് കേൾക്കുന്നതും പ്രിയം പറയണേ, അത് ശരി, ഈ രാത്രി അറിയാൻ പാടില്ലാത്ത ഈ നഗരത്തിൽ വന്ന് ഒറ്റയ്ക്ക് പരിചയമില്ലാത്തൊരു ഓട്ടോക്കാരൻ്റെ കൂടെ കയറി പോകാം. പക്ഷെ രാജുവേട്ടൻ പരിചയപ്പെടുത്തി തന്നാൽ എൻ്റെ കൂടെ വരാൻ മടി അല്ലേ? എന്നെ അത്രക്കും വിശ്വാസമില്ല അല്ലേ കുട്ടി? എന്താണെങ്കിലും ഞാൻ രാജുവേട്ടനെ ഒന്ന് വിളിച്ച് പറയാം. ഇനി നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പഴിയും ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുക്കേണ്ടത് ഞാനല്ലേ. അതുകൊണ്ട് രാജുവേട്ടനോട് കൂടി പറഞ്ഞിട്ട് നിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അന്നേരം പാറു പറയണേ, അയ്യോ അതൊന്നും വേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ഈ വണ്ടിയിൽ തന്നെ വന്നോളാം. അങ്ങനെ പ്രിയൻ വണ്ടിയെടുക്കുവാണ്. പാറും വണ്ടിയുടെ പിന്നിൽ തന്നെ കയറിയിരിക്കുവാണ് കേട്ടോ. ഈ സമയം വണ്ടിക്ക് പോകുന്ന നേരം പ്രിയൻ കണ്ണാടിയൊക്കെ നേരെയാക്കി കണ്ണാടിയിലൂടെ പാറുവിനെ നോക്കുന്നൊക്കെ ഉണ്ട്. അതൊന്നും പാറുവിനാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുമ്പോൾ പാറുവാണെങ്കിൽ പ്രിയൻ്റെ മേത്തേക്ക് വീഴുന്നുണ്ട് കേട്ടോ. ഈ സമയം 2-3 പ്രാവശ്യം ഇങ്ങനെ സംഭവിക്കുമ്പോൾ പാറുണ്ടെങ്കിൽ ദേഷ്യം വരിക. അതെ, വണ്ടി നിർത്തിക്കാൻ. നീയൊക്കെ എന്താ മര്യാദക്ക് വണ്ടി ഓടിക്കാറിയില്ലേ? ഇത്രയും നേരം പിന്നെ നീയാണോ വണ്ടി ഓടിച്ചത് എന്ന് പ്രിയൻ ചോദിക്കുക. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ സ്വഭാവമൊക്കെ, അതൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല.
ഇങ്ങനെയാണ് നിങ്ങൾ വണ്ടി ഓടിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വണ്ടി ഞാൻ കയറുന്നില്ല. കുട്ടി, ഈ വണ്ടിയിൽ ഗട്ടറും കുഴിയൊക്കെ ഉള്ളത് എൻ്റെ കുഴപ്പമല്ല. എന്നാലും ഇയാൾ വണ്ടി കയറി. ഇനി ഞാൻ അതിലൊക്കെ സൂക്ഷിച്ച് നോക്കിയും കണ്ടുമൊക്കെ പൊക്കോളാം. ഞാൻ പറഞ്ഞില്ലേ, എനിക്കെന്താ എന്നെ തീരെ വിശ്വാസമില്ലേ? ഞാൻ സത്യമാണ് പറയുന്നത്. ഞാൻ ഇനി ഗട്ടറൊക്കെ പതിയെ സൂക്ഷിച്ചേ പോകുള്ളൂ. വന്ന് വണ്ടി കയറാൻ പ്ലീസ്, ഒരവസരം തന്നെ. അങ്ങനെ പാറു വീണ്ടും വണ്ടി കയറുവാണ്. പിന്നീട് കാണിക്കുന്നത് പാറുവിൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ പാറുവിൻ്റെ വീട്ടിലാണെങ്കിൽ അച്ഛൻ ഫോണിൽ പാറുവിനെ പലതവണ വിളിച്ചുകൊണ്ടിരിക്കുവാണ്. ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ അവരെല്ലാവരും ആകെ ടെൻഷനിലാണ്. ദേവകിയമ്മ പറയണേ, ഭഗവാനെ, രാവിലെ ജോലിക്ക് വേണ്ടി അന്യനാട്ടിലേക്ക് പോയത് എൻ്റെ കുട്ടി. അവിടുത്തെ സ്ഥലങ്ങളാണെങ്കിൽ അവൾക്ക് പരിചയമില്ല. നമ്മളാരെങ്കിലും കൂടെ പോകേണ്ടതായിരുന്നു. അവളുടെ കാര്യം അറിയാഞ്ഞിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ലല്ലോ. അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട്, അമ്മയും അച്ഛനിങ്ങനെ ടെൻഷൻ അടിക്കാതെ, പാറുവിന് അവളുടെ കാര്യം നോക്കാൻ നല്ലപോലെ അറിയാം. ഫോണിൽ ചാർജോ മറ്റോ തീർന്നു കാണും. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അവൾ ഉടനെ തന്നെ നമ്മളെ വിളിക്കും. ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കാതെ നിങ്ങൾ രണ്ടാളും വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്. അന്നേരം അച്ഛൻ പറയണേ, ഭക്ഷണത്തിന് മുമ്പിലിരുന്നാലും പാറുമോൾക്ക് ഭക്ഷണം വാരിക്കൊടുത്ത കാര്യവും മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. ഒന്നും കഴിക്കാൻ പറ്റില്ല. എൻ്റെ കുട്ടി ഇപ്പോൾ എവിടെയായിരിക്കുമോ എന്തോ എന്ന് പറഞ്ഞ് ടെൻഷനോട് കൂടി ആലോചിക്കുന്ന അച്ഛനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്